വയനാട്ടിലെ പുൽപ്പള്ളി ടൗണിൽ ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ കടുക്കുന്നു. പുൽപ്പള്ളി ടൗണിലേക്ക് കടുവ പിടിച്ച പശുവുമായാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. ഒപ്പം തന്നെ വനംവകുപ്പിന്റെ ജീപ്പും അവിടെ തന്നെയുണ്ട്. ജീപ്പും വളഞ്ഞിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. സിജു കണ്ണൻ തുടരുന്നുണ്ട്. സിജു, സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയാണോ? ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ കടുക്കുന്നു. കടുവ പിടിച്ച പശുവുമായൊക്കെ തന്നെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വനംവകുപ്പിന്റെ വാഹനത്തിനടുത്തേക്ക് തെരഞ്ഞെടുപ്പിൽ കടുവ പിടിക്കുന്ന പശുവിന്റെ ജഡവുമായാണ് ഒരു വിഭാഗം ആളുകൾ പിടിച്ചത്. അവിടെ ഈ ജഡം ഇവിടെ വാഹനം ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധം വലിയ രീതിയിൽ നടക്കുന്നു. അതേസമയം പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലെത്തിച്ച സംസ്കാര നടപടികൾ ഉൾപ്പെടെ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് രാവിലെ മുതൽ ഈ വയനാട്ടിലാകെ തന്നെ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം മജീദ് മരണത്തിന് ശേഷം ഇന്നലെ രാവിലെ 9:30 കുറുവാ ദ്വീപിൽ വെച്ച് വനംവകുപ്പിൽ താൽക്കാലിക ജീവനക്കാരനായ പോൾ മരണപ്പെടുന്നതിനിടയാക്കിയ കാട്ടാനയുടെ ആക്രമണം വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു വികാരം പ്രതിഫലിക്കുന്ന തരത്തിൽ LDFും അതോടൊപ്പം തന്നെ UDFും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ ഇന്ന് ഹർത്താൽ ആരംഭിച്ചിരുന്നു. ഈ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. ഇന്നലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് പോളിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിച്ചത്. വയനാട് നേരെ പുൽപ്പള്ളിയിലേക്കാണ് എത്തിച്ചത്. ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ സഭാ മേധാവികളും വനംവകുപ്പ് ജീവനക്കാരും പോലീസും എല്ലാം വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു. അതിനുശേഷം പുൽപ്പള്ളിയിൽ വെച്ച് ഇവിടെ പ്രദർശനത്തിന് വെച്ചു. ഇതിനിടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായി MLA-മാരുമായി ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ജനങ്ങളുടെ ന്യായമായ ആവശ്യം അധികൃതരിലേക്ക് എത്തിക്കുകയും ന്യായമായ ആവശ്യത്തിന് അതിന് പരിഹാരം കാണുകയും ചെയ്യുക എന്ന നിലയിൽ വളരെ സമാധാനപരമായി ഇവിടെ പ്രതിഷേധിക്കണമെന്നാണ് എല്ലാവരും രാവിലെ നിർദ്ദേശം നൽകിയിരുന്നത്. അതിനനുസരിച്ചാണ് ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ ആക്രമാസക്തരായത്. വനംവകുപ്പിന്റെ ജീപ്പ് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്ത് അതിനുശേഷം ഇപ്പോൾ ഈ പശുവിന്റെ ജഡം ഇവിടെ എത്തിച്ചുകൊണ്ട് ജീപ്പിന് മുകളിലേക്ക് കയറ്റുകയാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വളരെ നേരം ഇപ്പോൾ ഈ അക്രമത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരും മാറി നിന്നില്ല. ഇപ്പോഴും ഈ ജീപ്പിന് മുകളിലേക്ക് പശുവിന്റെ ജഡം വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പിന് ചുറ്റുമുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ജീവനക്കാരും ഈ വാഹനത്തിനകത്തുണ്ട്. വളരെ സമാധാനപരമായാണ് ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്ന ന്യായമായ ആവശ്യങ്ങൾ വന്യജീവികളുടെയും ആക്രമണത്തിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് വളരെ സമാധാനപരമായി നടന്നിരുന്നത് രാവിലെ 9:30 മുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനിടയിലാണ് ഇത്തരത്തിൽ അക്രമ സംഭവത്തിലേക്ക് കാര്യങ്ങളെത്തുന്നത്. വനംവകുപ്പിന്റെ വാഹനം ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. അതിനുശേഷം പശുവിന്റെ ജഡം ഇവിടെ വനംവകുപ്പ് വാഹനത്തിനടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വാഹനത്തിന് മുകളിൽ ആളുകൾ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു. ആളുകൾ ഇപ്പോൾ ഈ വാഹനത്തിന് മുകളിൽ കയറി നിൽക്കുകയാണ്. പോലീസ് ചുറ്റുമുണ്ടെങ്കിൽ പോലീസിന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ആ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനിടയിൽ പോളിന്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നടപടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോബാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.